അമ്പലങ്ങളെയും വിശ്വാസ കേന്ദ്രങ്ങളെയും കൊള്ളയ്ക്കായി ഉപയോഗിക്കുന്ന CPM ശൈലി അവസാനിപ്പിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി MP KC വേണുഗോപാൽ. ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ CPM പുതിയ സിദ്ധാന്തവുമായി വരികയാണെന്നും വേണുഗോപാൽ പാലക്കാട് പ്രതികരിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിശ്വാസികളിൽ ഉണ്ടാക്കിയ മുറിവ് വലുതാണ്. ഇതിന് പിന്നാലെയാണ് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കൊള്ള നടത്തിയത്. കൊള്ളക്കാരുടെ ശൈലി CPM അവസാനിപ്പിക്കണം. കോടതി നിർദ്ദേശത്തെ തുടർന്ന് ദേവസ്വം ബോർഡാണ് ഓഡിറ്ററെ നിയമിച്ചത്. ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന കൊള്ള പുറത്തു വന്നത്. അയ്യപ്പ സംഗമം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളയാണ്. അയ്യപ്പന്റെ പേരിൽ നടത്താത്ത ഭജന നടത്തി കള്ളക്കണക്കുണ്ടാക്കിയിട്ടും മറച്ചുവെക്കാൻ ഗിമ്മിക്ക് നടക്കുകയാണ്. അയ്യപ്പന്റെ പേരിൽ കൊള്ള നടത്തിയവർ മറുപടി പറയാതെ രക്ഷപ്പെടില്ല. സാധാരണക്കാരായ കരാറുകാരെ മൂലക്കിരുത്തി മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ശബരിമലയിൽ ഊരാളുങ്കലിന് കരാർ നൽകിയത്. ഭക്തർ കാണിക്കേട്ട പണമാണ് കൊള്ളയടിച്ചത്. വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുക എന്ന കേന്ദ്ര സർക്കാർ നയമാണ് കേരളത്തിൽ തുടരുന്നത്. അതാണ് ചലച്ചിത്ര അക്കാദമിയും സച്ചിദാനന്ദനുമായി ബന്ധപ്പെട്ട് പ്രേംകുമാർ നടത്തിയത്. കേരളത്തിൽ സാംസ്കാരിക ജീർണത സംഭവിച്ചതായും വേണുഗോപാൽ പറഞ്ഞു. സത്യത്തില് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള വേദനയും ഇതൊന്നും അസ്തമിക്കുന്നതിന് മുമ്പേ ആകെ കൊള്ളക്ക് വെള്ളപൂശാൻ നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമം അതിനേക്കാൾ വലിയ കൊള്ളയായിട്ട് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾ, പാവപ്പെട്ട ഭക്തജനങ്ങൾ അവർ കാണിക്കേട്ട പണമാണ് ശബരിമലയിലെ പണം. ആ പണമെടുത്ത് തട്ടിക്കൊണ്ടുപോയി കൊള്ള നടത്തുകയല്ല വേണ്ടത്. അങ്ങനെ നടത്തിയ ആൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ കോടതിയടക്കം മുന്നോട്ട് വരുമ്പോൾ കോടതിയെപ്പോലും അപഹസിക്കുകയല്ല വേണ്ടത്. ഇവർ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. ആർക്കും പറ്റാത്ത വണ്ണം അവരുടെ തെറ്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഊരാളുങ്കലിന് എന്താണ് ശബരിമലയിൽ കാര്യം? പാലം പണിയുന്നിടത്ത് കാണാം, റോഡുണ്ടാക്കുന്നിടത്ത് കാണാം. അവരില്ലാതെ ഒന്നും നടക്കില്ല. പാവപ്പെട്ട മറ്റ് കോൺട്രാക്ടർമാരെല്ലാം വീട്ടിലിരിക്കുകയാണ്. അവർക്ക് ആർക്കും ജോലിയില്ല. അവരുടെ എല്ലാം കോൺട്രാക്ട് ഒറ്റ കോൺട്രാക്ടർ ഊരാളെങ്കിലും. ഇവർക്ക് ശബരിമലയിലും ഇവർക്ക് എന്താ കാര്യം? ഇത് ഉത്തരവാദിത്വം പറയണ്ടേ?